ഞാനുണ്ടാക്കിയ ചായ കുടിച്ചിട്ട് മോൾ ഉഷാറായില്ലല്ലോ. ചായ അല്ല ശാരദാമ്മേ പ്രശ്നം. ജീവിതത്തിൽ നമുക്കിഷ്ടമില്ലാത്ത ചിലതൊക്കെ കുടിച്ചിറക്കാൻ നിർബന്ധിതരാകാറില്ലേ? അതിന്റെ ഒരു വിമ്മിഷ്ടം മുഖത്ത് പ്രതിഫലിക്കുന്നതാ. ഒരു കല്യാണാലോചനയുടെ മണം അടിക്കുന്നുണ്ടല്ലോ മോളെ. അച്ഛൻ്റെ സംസാരത്തിൽ ഞാനത് ശ്രദ്ധിച്ചതാ. നമ്മൾ എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും പെൺമക്കൾ എന്നും അച്ഛൻ്റെ അമ്മയുടെയും നെച്ചിലെ തീയ. ചെയ്യേണ്ട പ്രായത്തിൽ തന്നെ ചെയ്യേണ്ടത് ചെയ്യണം. വിശ്വസിക്കാവുന്ന ഒരാണിൻ്റെ കയ്യിൽ പെൺകുട്ടിയെ പിടിച്ചേൽപ്പിച്ചാൽ അച്ഛനമ്മമാരുടെ പകുതി ഭാരം ഒഴിഞ്ഞു. അങ്ങനെ ഒരിക്കൽ പിടിച്ചേൽപ്പിച്ചതാ. ഭാരം ഒഴിഞ്ഞില്ല, കൂടിയതേ ഉള്ളൂ. അതെന്ത് പറ്റി? അയാൾക്ക് സ്ത്രീകളോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛനമ്മമാരുടെ നിർബന്ധത്തിൽ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ചെയ്ത വിവാഹം. എന്നിട്ട് കുടുംബത്തിന്റെ മാനമൊന്നും രക്ഷപ്പെട്ടില്ല ശാരദാമ്മേ. ഞാൻ അയാളുടെ മുഖത്തടിച്ചിട്ട് ഇറങ്ങി പോന്നപ്പോ നാട്ടുകാർ മൊത്തം വിവരം അറിഞ്ഞു. ആകെ നാണം കെട്ട് നാറി. അന്നു മുതൽ അച്ഛനമ്മയും തുടങ്ങിയതാ രണ്ടാം കല്യാണത്തിനുള്ള ആലോചന. എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും മോളയാളുടെ മുഖത്തടിക്കേണ്ടിയിരുന്നില്ല. എന്തായാലും കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ. കഴുത്തിൽ കെട്ടിയ താലിക്ക് മാത്രമായിട്ട് എന്താ ശാരദാമ്മേ വില? ആണും പെണ്ണുമായിട്ട് ഭാര്യാഭർത്തൃ ബന്ധമോ സ്നേഹമോ ഇല്ലെങ്കിൽ താലിയുടെ പവിത്രതയും പറഞ്ഞ് ജീവിതം തുലയ്ക്കണോ? എനിക്കുണ്ട് ഇതുപോലൊരു മോള്. അവള് പറയുന്നത് എനിക്കും മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് അവൾക്കും മനസ്സിലാവില്ല. എനിക്കും ഉണ്ട് ഇതുപോലൊരമ്മ. എന്താ ശാരദാമ്മേ മോളുടെ പേര്? ശാരിക. കക്ഷി ഭർത്താവുമായി പിരിഞ്ഞോ? പിരിഞ്ഞിട്ടില്ല. പക്ഷെ അവളുടെ കയ്യിലിരിപ്പ് വെച്ച് മിക്കവാറും ഉടനെ പിരിയേണ്ടി വരും. പിരിയട്ട് ശാരദാമ്മേ, എന്റെ വക ഫുൾ സപ്പോർട്ട് ഉണ്ടാകും. ഇപ്പൊ ഇതുപോലത്തെ ധീരമായ പെൺകുട്ടികളുടെ എണ്ണം കൂടി വരികയാ. കേരളത്തിൽ മൊത്തമുള്ള ഇതുപോലത്തെ പെൺകുട്ടികളെ ഒരുമിപ്പിച്ച് ഒരു സംഘടന ഉണ്ടാക്കിയാലോന്നാ ഇപ്പോഴത്തെ എന്റെ ആലോചന. മോളിപ്പോ സംഘടനയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അച്ഛനും അമ്മയും പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. പരിഗണിക്കാവുന്നതാണ്. വരുന്ന കക്ഷി എങ്ങനെയുള്ള ആളാണെന്ന് ആദ്യം നോക്കട്ടെ. മോളെ, എന്നാ ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. മോക്ക് അതുവഴിയല്ലേ പോകേണ്ടത്? ശാരദാമ്മയുടെ മോള് ശാരികയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പൊ സമയമില്ല. പേഷ്യൻസ് കാത്തിരിക്കുന്നുണ്ടാവും. പിന്നീട് ഒരിക്കലാവാം. ആയിക്കോട്ടെ മോളെ. ശരി ശരി. ബൈ. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒക്കെ ഒരു കാര്യം.